ഡിയേഴ്സ്, നമ്മുടെ കോണ്ടന്റ് വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇന്ത്യ, മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ. പല ആൾക്കാരും ഇതിനെ വളരെ സിമ്പിളായിട്ട് കാണുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷെ അങ്ങനെ കാണാൻ പാടില്ല. കാരണം 8 മാർക്കിന്റെ ചോദ്യം ഈ ചാപ്റ്റർ ഉണ്ട്. 8 മാർക്ക് വിട്ടെടുക്കാൻ പാടില്ല, താഴത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. മാത്രമല്ല, ആദ്യമായിട്ട് വരുന്നവരും ആദ്യമായിട്ട് കാണുന്നവരും ഒരു ഉളുപ്പില്ലാതെ ചെയ്യേണ്ട കാര്യമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൊത്തം ഫ്രണ്ട്സിനെ അങ്ങ് അയച്ചു കൊടുത്താക്ക്. വൈകിട്ട് 5 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. ഇതിപ്പോൾ ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് പഠിപ്പിക്കലും ഇതിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ ഉള്ളത് നമുക്ക് വൈകിട്ട് 5 മണി മുതൽ തുടങ്ങുന്ന മാരത്തോൺ സെഷനാണ്. A+ വേണമെങ്കിൽ ഇങ്ങോട്ട് പോരെ, വേറെ ആരും ഇങ്ങനെ ചെയ്തു തരില്ല, ഇങ്ങോട്ട് പോരട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും 4 മാർക്കിൻ്റെ. ഡിഫറെൻറ്റ് ലെവൽസ് എന്തൊക്കെയാണെന്ന് അറിയാമെന്നുള്ളതാണ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ്, അതായത് നമ്മൾ അതിനെ പറയുന്ന പേര് വിവിധ തലങ്ങൾ എന്നാണ്. വിവിധ തലങ്ങൾ ഇത് നിർബന്ധമായിട്ട് നോക്കണം. മാനവ വിഭവശേഷി വികസനത്തിൻ്റെ വിവിധ തലങ്ങൾ അഥവാ ഡിഫറെൻറ്റ് ലെവൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻഡിവിജ്വൽ ടേക്ക് എഫേർട്ട് ടു ഡെവലപ്പ് ദെയർ ഓൺ സ്കില്ല്, അതായത് വ്യക്തി സ്വപരിശ്രമത്തിൽ എന്ത് ചെയ്യാം, അവരുടെ കഴിവ് വികസിപ്പിക്കുന്നു. ഫാമിലി ക്രിയേറ്റ്സ് ആൻ എൻവയൺമെൻറ്റ്, അതായത് കുടുംബം അതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ്, അവസാനം നാഷൻ പ്രൊവൈഡ്സ് നെസസറി ഫെസിലിറ്റീസ്. ഇങ്ങനെ ആ ഒരു 4 പോയിന്റ് ഉണ്ട്. ആ 4 പോയിന്റും പഠിച്ചു വെക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പോകേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ആ ഫീച്ചേഴ്സ് നന്നായിട്ട് നോക്കണം. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ്. ഓക്കെ, ലിസൺ. അത് ഏതാണെന്ന് ചോദിച്ച് നിങ്ങൾക്ക് അറിയാം. തൊട്ടപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് കാണാൻ പറ്റും. അതായത് ഗുണപരമായ സവിശേഷതയും അതുപോലെ ഗണപരമായ സവിശേഷത എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് എന്തൊക്കെയാണ്, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ജസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി, ഗണപരമായതെന്ന് പറയുമ്പം സൈസ് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യയുടെ വലുപ്പം, ഘടന, അതുപോലെ നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, തൊഴിൽ പങ്കാളിത്ത നിരക്ക്, ഇങ്ങനെ എണ്ണം വെച്ച് പറയുന്നതെല്ലാം ഗണപരമായതാണ്. ഓക്കെ, യെസ്. തൊഴിൽ പങ്കാളിത്ത നിരക്ക്, അതുപോലെ ജനസംഖ്യാ വലുപ്പം, ജനസാന്ദ്രത, പോപ്പുലേഷൻ ഡെൻസിറ്റി, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി അടുത്തത് ഈ ക്വാളിറ്റേറ്റീവ് പറയുന്ന സമയത്ത് 2 മെയിനായിട്ട് പറയുന്നുള്ളൂ. അത് ഹെൽത്തും എഡ്യൂക്കേഷനും ആണ്. ഓക്കെ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, യെസ്. അതും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ആരോഗ്യം ആൻഡ് വിദ്യാഭ്യാസം നോക്കണേ. യെസ്. ഇനി നമുക്ക് ഇവിടെ നോക്കാവുന്ന അല്ലെങ്കിൽ നോക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അതെന്താണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡി. അതായത് ഈ ജനസംഖ്യാ പഠനത്തിൻ്റെ ആവശ്യകത എന്താണ്. ജനസംഖ്യാ പഠനം നിങ്ങൾക്കറിയാം, ഈ ഡെമോഗ്രഫി എന്ന് പറയുന്ന ജനസംഖ്യാ പഠനം. ഈ ജനസംഖ്യാ പഠനത്തിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് ഓക്കെ, അതൊരു 4 മാർക്കിൻ്റെ ചോദ്യമാണ്. നിർബന്ധമാണ്, പഠിക്കേണ്ടതാണ്. എസ്റ്റിമേറ്റ് ദ അവൈലബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, അല്ലെങ്കിൽ എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സ് മാനവ വിഭവത്തിൻ്റെ ലഭ്യത അറിയാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ആ ഒരു കണക്കുകൾ. ഓക്കെ, ലിസൺ. ക്വാണ്ടിഫൈ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് റിക്വയർഡ്, നമുക്ക് വേണ്ട വിഭവങ്ങളും അതുപോലെ സേവനങ്ങളും എത്രത്തോളം വേണമെന്ന് കണക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു 4 പോയിന്റുകൾ നിർബന്ധമായിട്ട് നിർബന്ധമാണ്, പഠിച്ചിരിക്കണം. ഇനി നമ്മൾ നേരെ പോകേണ്ടത് എങ്ങോട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. പോപ്പുലേഷൻ ഗ്രോത്ത്. ഓക്കെ, പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ്, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയും. അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിൻ്റെ മലയാളം എന്തായിരുന്നു? ജനസംഖ്യാ വളർച്ചാ നിരക്കല്ല, ജനസംഖ്യാ വളർച്ചാ നിരക്ക്. ഓക്കെ, ഈ ജനസംഖ്യാ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നതിൻ്റെ നേരെ താഴെയായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുമെന്ന് അറിയാം? 3 കാര്യങ്ങൾ കാണാൻ പറ്റും. ആ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഡെത്ത് റേറ്റ് ആണ്. ഡെത്ത് റേറ്റ് വെച്ചാൽ മരണനിരക്ക്. ഓക്കെ, അതുപോലെ അടുത്തത് ബർത്ത് റേറ്റ് ആണ്, അതായത് ജനന നിരക്ക്. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെയായിട്ട് അടുത്തത് കാണുന്നതാണ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിപ്പോവുക. അതിന് പറയുന്ന പേര് കുടിയേറ്റം എന്നാണ്. കുടിയേറ്റം. അപ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് പോപ്പുലേഷൻ ഗ്രോത്തിനെ, ജനസംഖ്യാ വളർച്ചയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതുമായി ബന്ധപ്പെട്ട ചാർട്ട് കാണാം. അത് വിടാൻ പാടില്ല, നിർബന്ധമായിട്ടും പഠിക്കണം. പഠിക്കേണ്ട ആരും പോവരുത്. ഓക്കെ, അത് പഠിപ്പിക്കാനാണ് ഇന്ന് വൈകിട്ട് ഞങ്ങൾ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെ വരും, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും, നിർബന്ധമാണ്. ഇനി നിങ്ങൾ നോക്കേണ്ട അടുത്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ചാർട്ട് കാണാം. ഇതുപോലെ ഇംപ്രൂവ്ഡ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇംപ്രൂവ്ഡ് ഹ്യൂമൻ റിസോഴ്സ്. ഓക്കെ, ഇംപ്രൂവ്ഡ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അതായത് ലിസൺ, മാനവ വിഭവം വികസിച്ചാൽ, ഓക്കെ, മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്ന ഒരു ചാർട്ട് എന്നിട്ട് ഇവിടെ എങ്ങനെ എഴുതിയിട്ടുണ്ടാവും? പ്രൊഡക്ടിവിറ്റി ഓഫ് ദ വർക്കേഴ്സ് ഇൻക്രീസസ്, അതുപോലെ നാച്ചുറൽ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നു, പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നു, അതുപോലെ ഓൺട്രപ്രണർഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നു. ഓൺട്രപ്രണർഷിപ്പ് എന്ന് വെച്ചാൽ സംരംഭകത്വം എന്ന് പറയും, സംരംഭകത്വം. ഓക്കെ, സോഷ്യൽ ഇനീക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. സോഷ്യൽ ഇനീക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമൂഹിക ഒരു അന്തരം ഉണ്ടല്ലോ, ആ ഒരു സാമ്പത്തിക അന്തരം അത് കുറയുന്നു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ജസ്റ്റ്
എന്ത് ചെയ്യുക, ആ ഒരു ചാർട്ട് ഉണ്ടായിരിക്കും, ആ ചാർട്ടിൽ 6 പോയിന്റ് ഉണ്ടാവും, 5 പോയിന്റ്, ആ 5 പോയിന്റിൽ എന്തായാലും 6 പോയിന്റ് ഉണ്ടെങ്കിൽ 5 എണ്ണം പഠിച്ചു വെക്കുക. എത്ര പഠിക്കണം? 5 എണ്ണം പഠിച്ചു വെക്കുക. ഓക്കെ, 5 എണ്ണം അത് നിർബന്ധമാണ്. ആ ഒരു ചാർട്ട് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം, പഠിക്കേണ്ട ആരും പോരുത്. 4 മാർക്കിൻ്റെ ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യം വരാം. എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ കാര്യം നിർബന്ധമായിട്ട് നോക്കണം. എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ അതായത് വിദ്യാഭ്യാസം എന്ന് പറയും. വിദ്യാഭ്യാസത്തിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും, അതിൽ ടെക്നോളജി നോ ഹൗ, എങ്ങനെയാണ് ടെക്നോളജി യൂസ് ചെയ്യേണ്ടത് എന്താണെന്നുള്ള കാര്യങ്ങൾ പഠിക്കും. അതിനുശേഷം ബെറ്റർ ജോബ് ആൻഡ് ഇൻകം, അതായത് നമുക്ക് ജോലി കിട്ടും, ജോലി വരുമാനം കിട്ടും. അതിന് താഴെയായിട്ട് നമുക്ക് എന്തുണ്ട്, ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യും, അതായത് നമ്മുടെ ജീവിത നിലവാരം ഉയരും. ഓക്കെ, ഈ കാര്യങ്ങൾ ഈ ഒരു ചാർട്ട് ഉണ്ടായിരിക്കും, ആ ചാർട്ട് നിർബന്ധമായിട്ട് നോക്കണം, നിർബന്ധം അങ്ങേയറ്റം നിർബന്ധമായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, യെസ്. പിന്നെ അവിടെ നമുക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം എന്നുള്ളത് ഗോളും അതുപോലെ ഈ പറഞ്ഞ നിങ്ങൾക്കറിയാം സ്കീം ആൻഡ് പ്രൊജക്റ്റ് ആൻഡ് ഗോൾസ് ആണ്. ഓക്കെ, പ്രൊജക്റ്റും ഗോളുകളും, അതായത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നടപ്പിലാക്കിയ ആ പ്രൊജക്റ്റുകൾ, അതിൽ SSA ഉണ്ട്. അത് നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, പക്ഷേ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് നോക്കണം. മോഡൽ എക്സാം ചോദിച്ച ചോദ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മോഡലും ചോദിച്ചാണ്. SSA സർവ്വശിക്ഷാ അഭിയാൻ ഉണ്ട്, ICDS ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, അതുപോലെ RUSA ഉണ്ട്, രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ ഉണ്ട്, അതുപോലെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം ഉണ്ട്, NSDMRS. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു 4 സ്കീമുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, ഞാൻ 50-50 പറയാം, അത് വളരെ കുറവാണ്. മുമ്പാണ് ഞാനൊരു 80% ചാൻസ് പറഞ്ഞത് ഇത് ചോദിക്കാൻ, ഇപ്പോൾ ചാൻസ് ഇല്ല, കാരണം മോഡലും ചോദിച്ചുകൊണ്ട്. കാരണം അവിടെ നിന്ന് വേറെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവിടെ മോഡലിനും ഫൈനലിനും ഒരുപോലെ ചോദിക്കുമെന്നുള്ളത് വളരെ റെയറാണ്, ഒരു 20% ഒക്കെ ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, ഇത് നോക്കാം. പിന്നെ അവസാനത്തെ ഒരു ഭാഗമുണ്ട്, നന്നായിട്ട് നോക്കണം. ഹൗ ഹെൽത്തി പേഴ്സൺസ് ക്യാൻ കോൺട്രിബ്യൂട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ നേഷൻ. ഓക്കെ, ഹെൽത്തി പേഴ്സൺസ് എങ്ങനെയാണ് രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഹെൽത്തി പേഴ്സൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ജനത. ഈ ആരോഗ്യമുള്ള ആളുകൾ എങ്ങനെയാണ് രാജ്യപുരോഗതിയെ സ്വാധീനിക്കുന്നത് എന്നൊക്കെ ചോദ്യം വരാം. ഓക്കെ, അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഹെൽത്തി ആണെങ്കിൽ അവിടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, ശരിയല്ലേ? അത് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് കൂടും, നാച്ചുറൽ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യും, പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കും, തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കൂടും, മെഡിക്കൽ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും, ചികിത്സാ ചെലവ് കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് നോക്കണം. 4 പോയിന്റ് പഠിച്ചു വെക്കണം. എത്ര പോയിന്റ് പഠിച്ചു വെക്കണം? 4 പോയിന്റ്സ്. ഇതിൻ്റെ പ്രത്യേകത 4 പോയിന്റേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട ബുക്കിൽ. അപ്പോൾ ആ 4 പോയിന്റ് എഴുതണം, 4 പോയിന്റ് പഠിച്ചും വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യയിലുള്ളത്. പിന്നെ എങ്ങനെയാണ് ഹെൽത്തി ആയിരിക്കുക എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഉത്തരങ്ങളാണ്. ക്ലീൻലിനെസ്, അതുപോലെ ഫ്രഷ് വാട്ടർ, ഫ്രഷ് എയർ, അതുപോലെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പോയിന്റ്സ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. കുളിക്കാൻ, നനയ്ക്കാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ, ന്യൂട്രീഷൻ ഫുഡ്, അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒക്കെ. അപ്പോൾ എനിവേ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നേരിടുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, വിദ്യാഭ്യാസ രംഗം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്. അത് ജസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് പോകാമെന്നല്ലാതെ മറ്റുള്ള ഇതിലേക്കൊന്നും പോകാൻ നിൽക്കേണ്ട. ഇത്രയേ ഉള്ളൂ നമുക്ക് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. മാത്രമല്ല മറക്കണ്ട, 5 മണിക്ക് ലൈവ് ഉണ്ട്. ഇനി അടുത്തത് ഏത് ചാപ്റ്റർ വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അതും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഏത് ചാപ്റ്ററിൻ്റെതാണ് ഇതുപോലെ വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയും കൂടെ ചെയ്താൽ ഹാപ്പിയായി. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരും. അപ്പോൾ ഇനി വീണ്ടും കാണാം, വീണ്ടും നല്ല ഇനിയും കണ്ടുകൊണ്ടേ ഇരിക്കണം. 5 മണിക്ക് മറക്കണ്ട, ലൈവ് ഉണ്ട്, സെഷൻ ഉണ്ട്, മറക്കണ്ട. ടാറ്റാ ബൈ, സീ യു അഗെയിൻ.